ഡോക്ടർ ഹരി, രാജ്യത്തെ ജനസംഖ്യയുമായി തട്ടിച്ച് നോക്കുമ്പോൾ നിയമനിർമ്മാണ സഭകളിലെ ജനപ്രതിനിധികളുടെ എണ്ണം അത് ഗുണപരമായിട്ട് മാറേണ്ടതുണ്ട്. അതിൽ തർക്കമൊന്നുമില്ലല്ലോ, അല്ലേ? അപ്പോൾ നേരത്തെ സദാനന്ദ മാസ്റ്റർ ചോദിച്ച പോലെ ഈ മണ്ഡല പുനർനിർണയം അതെങ്ങനെയാണ് ഈ ഫെഡറൽ സംവിധാനത്തിന് എതിരായിട്ട് വരുന്നത്, അല്ലെ ഫെഡറൽ സംവിധാനം തകർക്കുന്ന രീതിയിലാവുന്നത്? ഓക്കെ, അദ്ദേഹം അത് കൂടാതെ വേറെയും ചില കാര്യങ്ങൾ അദ്ദേഹം എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ അതിലേക്ക് വരാം. ആ ചോദ്യത്തിലേക്ക്. ആദ്യത്തെ ചോദ്യം, അദ്ദേഹത്തിൻ്റെ ചോദ്യം, കോൺഗ്രസിൻ്റെ പ്രതിനിധികളുമൊക്കെ സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുള്ള ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. ഞങ്ങൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ എന്താണ് പരാജയപ്പെട്ടത്? പരാജയപ്പെട്ടിരിക്കുന്നത് 33% വനിതാ ബില്ലല്ല, അത് പാസ്സായിപ്പോയി. അതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയാണ് ഞങ്ങളിവിടെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ നടപ്പാക്കാനായി കൂട്ടുപിടിച്ചത് ഈ ഡീലിമിറ്റേഷനെയാണ്. ആ ഭേദഗതിയിലൂടെ അത് നടപ്പാക്കാനുള്ള ശ്രമത്തെയാണ് ഇവിടെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 33% സംവരണം സ്ത്രീകൾ കൊടുക്കണമെന്നുള്ള ബില്ല് നേരത്തെ തന്നെ പാസ്സാക്കി പോയിട്ടുണ്ട്. ഇപ്പോൾ അതാണ് വളരെ തന്ത്രപരമായി, ഞാൻ പറഞ്ഞല്ലോ, BJPയും സദാനന്ദ മാഷ് അടക്കമുള്ള ആളുകൾ പാസ്സായെങ്കിലും അത് നടപ്പിലാക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, നടപ്പാക്കാൻ ഇടപെടൽ മൂലം ഇല്ലാതായി. അല്ല, അങ്ങനെ ഇല്ലാതാവും. ഞങ്ങളുടെ ഇടപെടലോടെ പാസ്സായി പോയിരിക്കുന്ന ഈ ഭേദഗതിയാണ് ഞങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഭേദഗതി കൊണ്ടുവരണമെന്ന തീരുമാനം. ഹരി, കൂടുതൽ സ്ത്രീകള് പാർലമെന്റിലും നിയമസഭയിലും എത്തും, അതിനല്ലേ നിങ്ങൾ തടസ്സം നിന്നത്? അല്ലേ, ഞാനതാണ് പറഞ്ഞത്. അതാണ് ക്ലാരിറ്റി വീണ്ടും വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. 33% സംവരണം കൊടുത്ത് സ്ത്രീകൾ നിയമസഭയിലായിക്കോട്ടെ, അതോടൊപ്പം തന്നെ ലോക്സഭയിലായിക്കോട്ടെ, അവിടെയൊക്കെ വരുന്നതിനുള്ള ഇനി അതിൻ്റെ ഒരു മാൻഡേറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞല്ലോ. അത് 2023 തന്നെ അതിൻ്റെ മാൻഡേറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇത് ആരാ നടപ്പാക്കേണ്ടത്? അത് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള, പാർലമെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള മാൻഡേറ്റിനെ അല്ലെങ്കിൽ ആ തീരുമാനത്തെ അത് പാസ്സാക്കി വിട്ടുള്ള, അത് നേരത്തെ മാഷനെ ഇവിടെ സൂചിപ്പിച്ചു, 2 പേരാണ് അതിനെ എതിർത്തതെന്ന്. അന്ന് എതിർത്തിട്ടുള്ള 2 പേര് ഇവരെ പല സ്ഥലങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമാണ്. OIC അടക്കമുള്ള ആളുകളുടെ, അവരുടെ പാർട്ടിയിലുള്ള ആളുകളാണ് അതിനെ എതിർത്തിട്ടുള്ളത്. അങ്ങനെ എതിർത്തിട്ടുള്ള ആ ഒരു ഇതിനെ മറികടന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ സഹകരണത്തോടുകൂടി, ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടി, പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി ഞങ്ങളത് പാസ്സാക്കി. അത് പാസ്സാക്കിയിട്ട് നടപ്പാക്കാനായിട്ട് 2023 പാസ്സാക്കിയിട്ട് നടപ്പാക്കാനായിട്ടുള്ള ശ്രമം അവർ ഇപ്പോൾ കൊണ്ടുവന്നത്, ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പിന്നിലുള്ള കുതന്ത്രം ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ആ ഭേദഗതിയെയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ തീരുമാനത്തിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ വോട്ടെടുപ്പിലൂടെ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അതുകൊണ്ടല്ലേ ഈ കേന്ദ്രമന്ത്രി, ആഭ്യന്തരമന്ത്രി ഉറപ്പ് തന്നത് മണ്ഡല പുനർനിർണയം അതൊക്കെ സുതാര്യമായ രീതിയിൽ അല്ല, അതിനെ കൃത്യമായിട്ട് അതിനുള്ള മറുപടി വർഗീസ് സാർ. അതിൽ നിങ്ങളുടെ ആശങ്ക എന്താ? വലിയൊരു ഡിവൈഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ഉണ്ടാവും. അത് ഞാൻ പറയാനല്ലേ, അത് ഞാൻ പറയാം. അതല്ല, അദ്ദേഹം അഡ്രസ് ചെയ്തില്ലേ? ഇല്ലല്ല, പ്രധാനമന്ത്രി പറഞ്ഞു നമ്മൾ അങ്ങനെ ഒരു ആശങ്കക്ക് അടിസ്ഥാനമേ ഇല്ല. അതങ്ങനെയാണ്. ഒരു ബില്ലിൽ ചർച്ച നടത്തുന്നത് എങ്ങനെയാണ്? പാർലമെൻറ്റിലും നിയമസഭയിലും സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. അവിടെ അതിനകത്ത് കേന്ദ്രമന്ത്രി എണീറ്റ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നുമല്ല ചർച്ച ഉണ്ടാവേണ്ടത്. അവിടെ കൃത്യമായി എഴുതി തരാമല്ലോ സർക്കാരിന്. ഗവൺമെൻറ് ക്യാൻ ഗീവ്, അവരിന് ഇതിനകത്ത് അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ട് അവർ പറയട്ടെ 50% എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി 2011 സെൻസസ് പ്രകാരമുള്ള ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് BJPയുടെ ഉറപ്പും പഴയ ചാക്കുമൊക്കെ ഒരുപോലെയാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇപ്പോഴും ബോൾ ആരുടെ കയ്യിലാണ്? ബോൾ BJPയുടെ കയ്യിലാണ്. നാളെ വേണമെങ്കിലും അവർക്ക് ഈ വനിതാ സംവരണ ബില്ല് ഈ രാജ്യത്ത് നടപ്പാക്കാം. 33% സംവരണം പാസ്സാക്കി കഴിഞ്ഞു, നിങ്ങൾ നടപ്പാക്കിയാൽ മതിയെന്നേ. അത് നിങ്ങൾ നടപ്പാക്കുന്നത് 2029 ഡീലിമിറ്റേഷനിലൂടെ മാത്രമേ നിങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നിടത്താണ് നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്. 1. 2, അങ്ങ് പറഞ്ഞല്ലോ BJPക്ക് ഇതല്ലാതെ തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന്. എങ്ങനെ ചെയ്യാൻ സാധിക്കും സാർ? അത് വർഗീസ് സാർ സൂചിപ്പിച്ച് വളരെ കൃത്യമല്ലേ. നിങ്ങൾക്കുള്ള 293 അംഗ സംഖ്യയിൽ ഇന്ന് നിങ്ങൾക്ക് അല്പമെങ്കിലും നിങ്ങൾ ഒട്ടും നിങ്ങൾ ഈ കാര്യത്തിൽ സീരിയസ് അല്ല എന്നുള്ളത് ഈ വോട്ടെടുപ്പ് തെളിയിക്കുന്നുണ്ട്. 15 പേര് നിങ്ങളുടെ MP-മാർ. ബാക്കി ഒരു വോട്ടെടുപ്പായിരുന്നെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കുമായിരുന്നു. 15 പേർക്കും വിപ്പ് കൊടുത്തിട്ട് 15 പേര് സഭയിൽ ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അതേസമയം നിങ്ങൾ പ്രതിപക്ഷത്തേക്ക് നോക്കൂ. ഞങ്ങളുടെ ആളുകളെ ഒറ്റക്കെട്ടായി നിർത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇനി വരും ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഒട്ടും ഈ കാര്യത്തിൽ സീരിയസ് അല്ല എന്നുള്ളത് ഈ വോട്ടെടുപ്പ് തെളിയിക്കുന്നുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ അതുണ്ട്. 293 വോട്ടുകൾ നിങ്ങൾ തന്നെ വേണ്ട എന്നല്ല, നിങ്ങൾക്ക് തന്നെ താല്പര്യമില്ല. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് വർഗീസ് സാറ് സൂചിപ്പിച്ചത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് പഴയ പോലെ പറയാറില്ലേ, പണ്ടെണ്ണായിയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല എന്ന് പറഞ്ഞത് ആദ്യത്തെ അവസ്ഥ, ഒന്നാം UPA സർക്കാരിൻ്റെ അവസ്ഥയാണോ?
കേവല ഭൂരിപക്ഷം ഉണ്ടോ ഇപ്പോൾ? NDA നിങ്ങൾക്ക് സർക്കാർ. 3 വർഷം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ടൈമിലേക്ക് BJP എത്തുമ്പോൾ മാഷ് കാണേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല ഭരിക്കാൻ. ഇപ്പോഴും പല ആളുകളുടെയും സഹായത്തോടെയാണ് ഭരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇനി അങ്ങനെ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. ഒരു പക്ഷേ ഇത് നിങ്ങൾക്കൊരു ഐ ഓപ്പണർ ആയിരിക്കും. ഇത്തരത്തിലൊരു വോട്ടെടുപ്പിലേക്ക് നിങ്ങൾ പോയിട്ടുള്ളത് ഇറ്റ്സ് എ ഐ ഓപ്പണർ ഫോർ BJP ആൻഡ് ദ ഗവൺമെൻറ്. കാരണം എന്തറിയോ, എല്ലാം ഏകപക്ഷീയമായി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അങ്ങ് പറഞ്ഞല്ലോ ഈ ചർച്ചയെക്കുറിച്ച്. ആര് ചർച്ചയ്ക്ക് വിളിച്ചെന്നായി പറയുന്നത്? അത് BJPയുടെ ഒരു നെറേറ്റീവാണെന്നേ. ഈ ചർച്ചയ്ക്ക് വിളിച്ചു, ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കത്ത് കൊടുത്തിട്ട് വിളിച്ചത് ആരേക്കെന്നറിയോ? ലോക്കലായിട്ടുള്ള ഏതൊക്കെ പാർട്ടികളെ വിളിച്ച് അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി അത്തരത്തിൽ വിളിച്ച് ചർച്ചയും ചെയ്തിട്ടില്ല. കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്യണമെന്നുള്ള കത്ത് കൊടുത്തു എന്നുള്ളത് അങ്ങ് പറഞ്ഞ് ശരിയാണ്. CP അത് പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പ്രസിഡന്റ് അത് പറഞ്ഞിട്ടുണ്ട്, ആ കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിളിച്ചത് ഈ ലോക്കലായിട്ടുള്ള പ്രാദേശിക ചില പാർട്ടികളുമായിട്ട് ചർച്ചയ്ക്ക് വിളിച്ചു. അത് കോൺഗ്രസ് പാർട്ടി ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാതിരിക്കുന്ന പാർട്ടിയൊന്നുമല്ല. അവിടെ വിളിച്ചിട്ടില്ല, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഇന്ന് മറ്റൊരു കാര്യം കൂടെ, ഞാൻ ശ്രീ അമിത്ഷാ സംസാരിക്കുമ്പോൾ മുഴുവൻ സമയം കേട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, 40 ലക്ഷത്തോളം വരുന്ന ആളുകളെ ഒരു MP പ്രതിനിധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ്. അവർക്ക് ദൈനംദിന കാര്യങ്ങൾ ഇടപെടാൻ കഴിയില്ലെന്നാണ്. സാർ, ദൈനംദിന കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് മെമ്പർമാരുള്ളത്. എന്തിനാണ് MP-മാരെ സെലക്ട് ചെയ്തത്? നിങ്ങൾ നിയമം ഉണ്ടാക്കിയാൽ മതി. ആ രാജ്യത്ത് നടപ്പാക്കാനുള്ള സിസ്റ്റം വേറെയുണ്ട്. അപ്പം അത് കണ്ടുകൊണ്ടാണ് അതാണ് വർഗീസ് സാർ വളരെ കൃത്യമായി പറഞ്ഞത്. ആദ്യത്തെ 25 വർഷവും പിന്നീട് അടുത്ത 25 വർഷവും നമ്മളിത് ഫ്രീസ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന പോപ്പുലേഷൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് അപ്രായോഗികമാണ്. അത് നമുക്ക് കൃത്യമായി പോപ്പുലേഷനെ ബേസ് ചെയ്ത് കൊണ്ടുകൊടുക്കാൻ കഴിയില്ല. അവിടെയാണ് അങ്ങ് ചോദിച്ച ചോദ്യം, അനിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നത്. ഈ ഫെഡറൽ സിസ്റ്റത്തിനകത്ത് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യാൻ ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നൊരു തീരുമാനത്തിലേക്ക് വന്നാൽ അത് നമുക്ക് എല്ലാ സംസ്ഥാനത്തിലും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, UP-യിലെ ജനസംഖ്യ 25 കോടിയാണ്, കേരളത്തിലത് ഏകദേശം 3.5 കോടിയാണ്. ആ വെച്ചിട്ടാണോ നമ്മൾ നമുക്കതങ്ങനെ ചെയ്യാൻ കഴിയുമോ? കാര്യം എന്താ? ഗവൺമെൻറ് തന്നെ സംസ്ഥാനങ്ങളോട് പറഞ്ഞു, നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ അപകടകരമായിട്ട് രീതിയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യ മുന്നോട്ട് പോകുന്നത്. സോ നമ്മളൊരു സിസ്റ്റം കൊണ്ടുവരികയാണ്, ഒരു ഫാമിലി പ്ലാനിങ് സിസ്റ്റം, നിങ്ങൾ നടപ്പാക്കണം നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞു. അങ്ങനെ നടപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക് ഇതൊരു കുറവായി വന്നിരിക്കുകയാണ്, അതൊരു കുറ്റമായി വന്നിരിക്കുകയാണ്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, നമുക്കറിയാം റിസോഴ്സസിൻ്റെ അതിൻ്റെ വിതരണത്തിൽ പരിശോധിച്ച് നോക്കുക, റിസോഴ്സസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പരിശോധിച്ച് നോക്കൂ, അതും ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന സദേൺ സ്റ്റേറ്റ്സ് ആണ്. പരിശോധിച്ച് നോക്കാം, ഏറ്റവും കൂടുതൽ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പോകുന്നതിൻ്റെ ടാക്സുകൾ ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്കൊന്നുമല്ല, ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങളൊന്നുമല്ല, നമ്മുടെ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ടാക്സുകൾ സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഈക്വലായിട്ട് ഉണ്ടാവണം. ഞാനിതിനെ വിഭജിച്ച് കാണുന്നതല്ല. നമ്മുടെ രാജ്യത്തെ, ഇന്നലെ മാഷ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, നമ്മുടെ രാജ്യത്തെ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് തന്നെ, ഒരു കള്ളിക്കകത്ത് തന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് ചില ആളുകൾക്ക് മാത്രമേ ബാധകമാകുന്നുള്ളൂ എന്ന് പറയുന്നിടത്ത് അതുകൊണ്ടാണ് ഇവിടെ തമിഴ്നാട്ടിൽ അവർ ഈ ബില്ല് കത്തിച്ചത്. അതുകൊണ്ടാണ് അവർ ഈ ബില്ല് കത്തിച്ചത്. അപ്പം നിങ്ങൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവരെയും വിളിച്ച് ആദ്യത്തെ മുഖ്യമന്ത്രിമാരെ വിളിച്ച് സംസാരിക്കേണ്ടത്. ഇന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിമാരുമായി ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചർച്ച, ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ രാജ്യത്തെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ടോ? അത് ചോദിക്കട്ടെ ഞാൻ. അവരെ വിശ്വാസത്തിലെടുക്കാനായിട്ട് പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട്, ഒരു ഇല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഡീലിമിറ്റേഷനെ ഇതിനകത്തൂടെ കടത്തിക്കൊണ്ടു പോകാമെന്നുള്ള ഈ BJPയുടെ തന്ത്രമാണ് ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 2029 ആകുമ്പോഴേക്കും ഈ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ 400 പാർ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമാണല്ലോ മുന്നോട്ട് വെച്ചത്. പക്ഷേ അവിടെ എത്താൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അടുത്ത 29ലേക്ക് വരുമ്പോൾ ഭരണം തന്നെ കിട്ടില്ല എന്ന തിരിച്ചറിവിലാണ് ഈ ഒരു ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്നത്. അതിന് 2 ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു, കാശ്മീരും ആസാമും. കാശ്മീരിലെയും ആസാമിലെയും ചില സീറ്റുകൾ എങ്ങനെയാണ് BJP നേടിയിട്ടുള്ളത്? നമ്മുടെ മുമ്പിൽ അതുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ച് നോക്കാമല്ലോ. അപ്പം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമുള്ളൊരു സ്ഥലം അതിനങ്ങനെ കണ്ടുകൊണ്ട് അതിനെ ഒരു പ്രദേശമാക്കി മാറ്റുന്നു, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാക്കി മാറ്റുന്നു. സ്വാഭാവികമായിട്ടും അവിടെ BJP വിജയിക്കുന്നു. അതിപ്പോൾ നമ്മളിതിപ്പോൾ ഒരു പുതിയ കാര്യമായിട്ടല്ല. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് CPM BJPക്ക് ചെയ്തു കൊടുത്ത സഹായം ഞങ്ങളിപ്പോൾ ഇവിടെ ലോക്കൽ ചർച്ചകളിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ പുത്തമ്പള്ളിയിലും കോവളത്തും ഒക്കെ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ചിലയിടത്ത് 17,000 പേര്, ചിലയിടത്ത് 6,000, ഇവിടെ 9,000, ഈ കാലടിയിൽ 9,000 പേരും, കോവളത്ത് 17,000 പേരും. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമല്ലോ, ഒറ്റ മിനിറ്റ്. അറിയണം. ഡീലിമിറ്റേഷൻ, ഇവിടെ സാർ പറഞ്ഞു, ഡീലിമിറ്റേഷൻ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ട്.
ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റി ആരാണ് വെക്കുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കുറ്റപ്പെടുത്തുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ കുറവുകൾ അല്ല അവർ ചെയ്യുന്ന കുറവുകൾ നമ്മൾ പറയാറുണ്ട്. നമ്മൾ പോലും അവരെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ഇമ്പീച്ച് ചെയ്യാൻ പോലുള്ള നടപടികളിലേക്ക് നമ്മൾ പോയി. എന്തുകൊണ്ടെന്നറിയോ? നമുക്കൊരു നിഷ്പക്ഷമായ സമീപനം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഡീലിമിറ്റേഷൻ കമ്മിറ്റിയെ വെക്കുന്നത് സർക്കാരാണ്. ഇനി ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പ്രതിനിധിയെ അവരതിനകത്ത് ആഡ് ചെയ്യും എന്ന് പറയുന്നു. ഇതിനകത്തൊക്കെ വരുമ്പോൾ എങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് വളരെ കൃത്യമായ ധാരണയുണ്ട്. അപ്പം ഞങ്ങളിത് ചെയ്തിരുന്നൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ ആ കാര്യങ്ങളിലൊന്നും പൊളിറ്റിക്കലായി ഇടപെടുന്നില്ല. അതല്ല രാജ്യത്ത് ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സമീപനം BJP സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. അത് ഇലക്ഷൻ കമ്മീഷൻ അടക്കം നമ്മുടെ മുമ്പിൽ ചില ഉദാഹരണങ്ങളുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഇന്ന് തന്നെ ഞാൻ വേറെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ സഭാ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ കഴിയുന്നത്ര സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ, കൗതുകത്തോടുകൂടി കാണാൻ. ഇന്ന് രാവിലെ മുതൽ എൻ്റെ ഭാര്യ തന്നെ എന്നെ വഴക്കൂറി, ഇത് രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ. കാരണം ഇത് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു ആഗ്രഹം എനിക്കുള്ളതുകൊണ്ടാണ് കാണുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ മുഖഭാവം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നോക്കൂ, അദ്ദേഹം ഒരു ശ്രീ അമിത്ഷായും അതോടൊപ്പം തന്നെ ഈ ട്രഷറി ബെഞ്ചുകളിലുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവവും, അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോഴുള്ള മുഖഭാവം. ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ശ്രീ വേണുഗോപാൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു മൈക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പരസ്യമായി രാജ്യത്തെ ആളുകൾ കേൾക്കെ പറഞ്ഞാൽ എന്തെന്നറിയാമോ? അത് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതാണ് അദ്ദേഹം. താങ്കളുടെ മൈക്ക് മാത്രമേ കേൾക്കാതിരിക്കുള്ളൂ, അപ്പുറത്തെ മൈക്കിന് കുഴപ്പമൊന്നുമില്ല, അത് സംസാരിച്ചാൽ കേൾക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ മൈക്കടക്കം ഓഫ് ചെയ്ത് വെക്കുന്നൊരു സമീപനം ഉണ്ട് എന്നുള്ളത് ഇതുവരെ ആരോപണമായിരുന്നെങ്കിൽ ഇന്നലെ ശ്രീ ഓം ബിർള സ്പീക്കർ, ബഹുമാനപ്പെട്ട ലോക്സഭാ സ്പീക്കർ അത് പരസ്യമായി ജനങ്ങളോട് പറഞ്ഞു. നോക്കൂ, അത് LOPയുടെ മാത്രമേ ആ മൈക്കിന് പ്രശ്നം ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് സംസാരിക്കാം ശ്രീ വേണുഗോപാൽ എന്ന് പറയുന്നിടത്ത് എന്ത് ആണ് പറയാനുള്ളത് ശ്രീ അനിൽ? അല്ല ഡോക്ടർ ഹരി, ഒരു 16 നമ്പറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എന്താ സംഭവം? എനിക്കതറിയില്ല. ഞാനും ഇത് വളരെ കൗതുകത്തോടുകൂടി കേൾക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വളരെ കൃത്യമായ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് 16-ാം തീയതിയാണ് സംസാരിച്ചത്. ഇന്നലെ 16 ആയിരുന്നു. 16 എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് എന്തോ എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞതാണ്. 16-നെ ഭയക്കും പ്രധാനമന്ത്രി. മേ ബി അദ്ദേഹത്തിന് എന്തെങ്കിലും ക്ലൂ ഉണ്ടായിരിക്കാം. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യമാണല്ലോ, അദ്ദേഹം തന്നെ പറയട്ടെ. എനിക്കത് അനുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും ഇങ്ങനെ ആ പസിൽ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ എനിക്കത് മനസ്സിലായിട്ടില്ല. അദ്ദേഹം അത് പറയുമായിരിക്കും, അതെനിക്കറിയില്ല.